நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഒരു ചിരി? എന്തു പറഞ്ഞ അമ്മയുടെ മനസ്സ് മാറ്റിയത്? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് ശരിയും തോന്നിയത് അമ്മ ചെയ്തു, അത്രേ ഉള്ളൂ. അത് വെറുതെ. ഗിരിയേട്ടൻ സംസാരിച്ചപ്പോഴാ അമ്മയുടെ മനസ്സ് മാറിയത്. അതുവരെ എന്നോടും മഹിമയോടും കൂടി ഇവിടെ കിടക്കാനല്ലേ അമ്മ പറഞ്ഞത്? ആദ്യം അമ്മയ്ക്ക് അങ്ങനെ തന്നെയാ തോന്നിയത്. പിന്നെ നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് കിടത്തിയ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് നടത്തുമെന്ന് അമ്മയ്ക്ക് സംശയം തോന്നി. അത് വേറെ വേറെ മുറികളിലാക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളെ ഒരേ മുറി താമസിപ്പിച്ച പ്ലാനിങ് നടക്കുന്ന അമ്മയോട് ആരാ പറഞ്ഞേ? ഏയ്, എനിക്കറിയില്ല. വെറുതെ പുളു അടിക്കല്ലേ. ഗിരിയേട്ടൻ തന്നെയല്ലേ അമ്മയോട് ഇതെല്ലാം പറഞ്ഞത്. എന്നിട്ടിപ്പോ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ മുഖം കണ്ട പോലീസുകാരെ ഓർമ്മ വരുമെന്നല്ലേ ഗിരിയേട്ടൻ പറയാറുള്ളത്? പിന്നെന്തിനാ ഈ മുഖം തന്നെ കണ്ടോണ്ടിരിക്കാൻ ഗിരിയേട്ടൻ തീരുമാനിച്ചത്? ഞാനല്ല, അമ്മയെല്ലാം തീരുമാനിച്ചത്. ഭാര്യയുടെ കൂടെ ഒരേ മുറി കഴിയാൻ ഇത്രയേറെ നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ നാടകമൊന്നും കളിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ കൂടെ ആർക്ക് കിടക്കണം? നിനക്കൊരു വിചാരമുണ്ട്, നീ വലിയ രംഭയാണെന്ന്. അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് നിറമുണ്ട്, അതൊഴിച്ചാ വേറെ എന്താ ഉള്ളത്? ജസ്റ്റ് ആവറേജ്, അത്രേ ഉള്ളൂ. അതിനാണ് ഈ ജാട മുഴുവൻ കാണിക്കുന്നത്. ഈ ആവറേജ് മുഖം കണ്ടോണ്ടിരിക്കാനാണോ ഗിരിയേട്ടൻ അമ്മയുടെ മനസ്സ് മാറ്റിയത്? ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്കിവിടെ കിടക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ അമ്മ കുറെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ സമ്മതിച്ചത്. അതിപ്പോ വലിയ അബദ്ധമായി പോയതല്ലോ എനിക്ക് തോന്നുക. അബദ്ധമായിന്ന് തോന്നുന്നുണ്ടെങ്കിലേ താഴെ ചെന്ന് അമ്മയോട് പറഞ്ഞാ മതി, മുറി മാറ്റിത്തരും. അത് ഞാൻ അമ്മയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യില്ല എന്ന് നിനക്കറിയില്ലേ? ഇനിയിപ്പൊ എല്ലാം കണ്ടും കേട്ടും സഹിച്ച് ഈ മുറിയിൽ തന്നെ കഴിയേണ്ടി വരും. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. വേണ്ട, ഞാനേ ഒന്നും മിണ്ടുന്നില്ല. എനിക്കിങ്ങനെ തന്നെ വേണം. വെറുതെ അമ്മയെ പറഞ്ഞ് പറ്റിച്ചു. ഉറക്കത് ഇന്ന് ജോലിക്കൊന്നും പോണ്ടേ? വിളിച്ച് എഴുന്നേപ്പിക്കണോ? വേണ്ട, വെറുതെ രാവിലെ തന്നെ ഞാൻ വഴക്ക് കേൾക്കണ്ട.